ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്താ ഇത്? ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. കുറച്ചു നേരം പോലും ഉറങ്ങാതെ ഡ്രസ് മാറി പോവാണോ? ഗസ്റ്റ് ഹൗസിൽ എത്തണം. വീണ്ടും എന്തിനാ ഗസ്റ്റ് ഹൗസിൽ പോകുന്നേ? മിനിസ്റ്റർ വരുന്നതിന് മുന്നേ അവിടെ എത്തണം. കുറച്ചു നേരെങ്കിലും ഉറങ്ങിട്ട് പോയ പോരെ അക്കുച്ചേട്ടാ. നിനക്കതിന്റെ സീരിയസ്നെസ് പറഞ്ഞാൽ മനസ്സിലാവില്ല. രാത്രി മുഴുവൻ അക്കുച്ചേട്ടൻ ജോലി ചെയ്തല്ലേ, പകല് മറ്റാരെങ്കിലും ഷിഫ്റ്റ് കേട്ട് ജോലി ചെയ്യിപ്പിക്കാലോ. അക്കുച്ചേട്ടൻ മാത്രമേ ഓഫീസിലുള്ളൂ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചീഫ് എഞ്ചിനീയറുടെ ഓർഡറാ. ഒരു ദിവസം ആ ചീഫ് എഞ്ചിനീയർ എന്റെ കയ്യിൽ കിട്ടും. അന്ന് ഞാൻ എന്ത് നീ കണ്ണിലും മൂക്കിലും എല്ലാം മുള കരച്ചു തേക്കിന്. നിനക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെന്താ? അവരും ഒരു പെണ്ണല്ലേ എന്ന് വിചാരിച്ച് നീ അവരോട് ക്ഷമിക്കും. കാക്കോത്തി എനിക്കറിയാലോ. ഗോവിന്ദ, ഗോവിന്ദ. ഓ വരുന്നു പോലെ. എന്താ പോലെ? ആ പെണ്ണെന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഏത് പെണ്ണ്? ആകാശിന്റെ ചീഫ് എഞ്ചിനീയർ പെണ്ണ്. എന്താ ഇപ്പോ പ്രശ്നം ബാല? ഗോവിന്ദ, ഒരു പെൺകുട്ടി ഈ പ്രായത്തില് ഇത്രയും വലിയൊരു പൊസിഷനിലെത്തിയപ്പോ എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നി. നമ്മുടെ അനുമോളും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ സ്വപ്നം കണ്ടു. പക്ഷേ ആ പെണ്ണ് നമ്മുടെ ആകാശിന് റെസ്റ്റ് പോലും കൊടുക്കാതെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. നീ കണ്ടതല്ലേ അവൻ ജോലി എന്ന് പറഞ്ഞ് 24 മണിക്കൂർ ഓടുന്നത്. എപ്പോ പോകുന്നു എപ്പോ വരുന്നു എന്ന് അവന് പോലും അറിയില്ല. അങ്ങനെ രാപ്പകലല്ലാതെ ജോലി എടുത്തോണ്ടിരിക്കുകയല്ലേ അവൻ. അവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ കാരണമാണ്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം ഗോവിന്ദ. ബാല, ഒരു ഓഫീസ് ആകുമ്പോ ചില സമയങ്ങളിൽ ജോലി കൂടുതലുണ്ടാവും. ശരിയാ, ജോലി കൂടുതലുണ്ടാവും. പക്ഷെ ജോലി കൂടുതലായത് ആ പെണ്ണ് വന്നതിന് ശേഷമല്ലേ. ഇത്രയും നാളും അവൻ ഈ ഓഫീസിൽ തന്നെയല്ലേ ജോലി ചെയ്തിരുന്നത്. ചാരുമോളുടെ വിഷമം എനിക്ക് കാണാൻ പറ്റുന്നില്ല ഗോവിന്ദ. അവളെ സമാധാനിപ്പിക്കാൻ എനിക്ക് എന്ത് പറയണമെന്നും അറിയില്ല. അതുകൊണ്ട് അവന്റെ ഓഫീസിൽ പോയി ആ ചീഫ് എഞ്ചിനീയർ പെണ്ണിനെ കണ്ടു ചോദിക്കണം. വേണ്ട ബാല, ആകാശവന്റെ ജോലിക്കാരിയല്ലേ, അത് അവൻ നോക്കിക്കോളും. നമ്മളായിട്ട് ഇടപെടണ്ട. ഇല്ല ഗോവിന്ദ, അവനൊന്നും നോക്കില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഉറക്കവും ഭക്ഷണവും ഇല്ലാതെ അവൻ നടക്കുന്നത് കണ്ടില്ലേ. ഞാൻ പോയി ആ പെണ്ണിനെ കണ്ടിട്ട് വരാം. വാ ബാല. അതാ പെണ്ണിന് ആകാശവന്റെ ദേഷ്യവും വൈരാഗ്യം ഉണ്ടെന്ന് നിനക്ക് തോന്നിയതല്ലേ? സത്യം അതാവണമെന്നില്ലല്ലോ. ആകാശനോട് ചോദിച്ചിട്ട് നമുക്ക് നാളെ പോയി ആ ചീഫ് എഞ്ചിനീയറെ കാണാം. ആകാശനോട് ചോദിച്ചാ അവൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇപ്പം ബാല സേവ് പോയി കണ്ട പ്രശ്നങ്ങൾ ആകെ വഷളാകും. ഇവനെ എങ്ങനെയാ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഗോവിന്ദ, ആ പെണ്ണിനെ കാണാൻ പോവെന്ന് പറഞ്ഞപ്പോ എന്താ നീ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അവിടെ ഇപ്പൊ പോയി ആ ചീഫ് എഞ്ചിനീയറെ കാണുന്നത് ശരിയാണെന്ന് ആലോചിച്ചതാ. ഒരു ശരി കേടുമില്ല. മറ്റൊന്നിനും അല്ലല്ലോ. ആകാശ് മോന്റെ കാര്യം സംസാരിക്കാനല്ലേ പോകുന്നത്. നീ വന്നേ. ഗോവിന്ദ വരുന്നില്ലേ? ആ ദാ വരുന്നു. ചെരുപ്പിട്ടിട്ട് വരാം. എന്താ നോക്കുന്നേ? അക്കുച്ചേട്ടനൊന്നും കഴിക്കാതെ പോകുന്ന അറിയാവുന്നോണ്ടാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ. കഴിക്കാനൊന്നും എനിക്ക് സമയമില്ല. മിനിസ്റ്റർ എത്താറായി കാണും. രാത്രിയാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പൊ കഴിക്കാതെയും കൂടി പോയാൽ തലയിറങ്ങി വീഴും അക്കുച്ചേട്ടാ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ?
മിനിസ്റ്റർ വന്നു പോയിട്ട് ഞാൻ കഴിച്ചോളാന്ന്. അക്കുച്ചേട്ടൻ കഴിക്കുമെന്ന് പറയുന്നതിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ദേ ഞാൻ വാരത്തരാം, അക്കുച്ചേട്ടൻ കഴിക്കേ. അതൊന്നും വേണ്ട. എന്താ ഇങ്ങനെ വേണ്ടെന്ന് പറയുന്നേ? അക്കുച്ചേട്ടൻ റെഡിയാവുന്നതിനിടയിൽ ഞാൻ വാരത്തരാം. കഴിച്ചിട്ട് പോവാൻ നോക്കിയേ. ദേ ദേ കഴിച്ചേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാനെന്താ കൊച്ചുകുട്ടിയാണോ ഇങ്ങനെ വാരിത്തരാൻ? ഓഫീസിലും സമാധാനമില്ല, വീട്ടിലും സമാധാനമില്ല. എന്നെ എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ? പറഞ്ഞ മനസ്സിലാവില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? അയ്യോ, അക്കുച്ചേട്ടൻ പോയപ്പോ ഫോൺ കൊണ്ടുപോകാൻ മറന്നല്ലോ. ഇനി എന്ത് ചെയ്യും? ഫോൺ കൊണ്ട് അക്കുച്ചേട്ടന് കൊടുക്കാം. നീ എങ്ങോട്ട് ഇത്ര ധൃതിയില്? അക്കുച്ചേട്ടൻ പോയപ്പോഴേ ഫോൺ കൊണ്ടുപോയി മറന്നു ചേച്ചി. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. അക്കുച്ചേട്ടൻ PWD ഗസ്റ്റ് ഹൗസിൽ ഉണ്ടാവും. ശരി, സൂക്ഷിച്ചു പോണേ ചാരു. ശരി ചേച്ചി. അല്ല, ആകാശ് സാറോ? അല്ല, മിനിസ്റ്റർ വന്നില്ലേ? മിനിസ്റ്ററോ? മിനിസ്റ്റർ വരുമെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷനെ കിട്ടിയിട്ടില്ല. ശരി.